ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. കേരളത്തിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം. നാളെ പൊതു അവധി. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു. പൊതുസേവനത്തിനായി ജീവിതം സമർപ്പിച്ച നേതാവെന്ന് പ്രധാനമന്ത്രി. വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെ പ്രതീകമെന്ന് മുഖ്യമന്ത്രി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം സുതാര്യമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി പാർലമെന്റിൽ. കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ വി.എസ്. അച്യുതാനന്ദൻ അന്തരിച്ചു. 102 വയസ്സായിരുന്നു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. കഴിഞ്ഞ മാസം 23-നാണ് വി.എസിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. വി.എസിന്റെ മൃതദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തെ എ.കെ.ജി. പഠന കേന്ദ്രത്തിൽ പൊതുദർശനത്തിന് എത്തിച്ചു. നാളെ രാവിലെ 9 മണി മുതൽ ദർബാർ ഹാളിലും പൊതുദർശനമുണ്ടാകും. സംസ്കാരം ബുധനാഴ്ച ആലപ്പുഴയിൽ നടക്കും. വി.എസിനോടുള്ള ആദരസൂചകമായി 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചു. കേരളത്തിൽ നാളെ പൊതു അവധി ആയിരിക്കും. കേരളം കണ്ട ജനകീയ മുഖ്യമന്ത്രിമാരിൽ ഒരാളായ വി.എസ്. അച്യുതാനന്ദൻ വിട പറയുമ്പോൾ രാഷ്ട്രീയ പോരാട്ടങ്ങളുടെ വിപ്ലവകരമായ ഒരധ്യായമാണ് അവസാനിക്കുന്നത്. 1940-ൽ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച വി.എസ്. 2021 ജനുവരിയിൽ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവി രാജിവച്ചതോടെ സജീവ രാഷ്ട്രീയത്തിൽ നിന്നും പിൻവാങ്ങുകയായിരുന്നു. സമരം തന്നെ ജീവിതമെന്നാണ് വി.എസ്. അച്യുതാനന്ദന്റെ ആത്മകഥയ്ക്ക് പേര്. അനീതികൾക്കെതിരായ കേരളത്തിന്റെ പോരാട്ടമുഖമായിരുന്നു വി.എസ്. എന്ന 2 അക്ഷരങ്ങളിൽ 1 നൂറ്റാണ്ടിന്റെ സമരജീവിതം കാത്തുവച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ. 1940-ലാണ് ആ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം. പിന്നീട് അങ്ങോട്ട് കർഷക തൊഴിലാളികൾക്കു വേണ്ടിയുള്ള വിശ്രമമില്ലാത്ത പോരാട്ടമായി. 1946-ൽ സർ സി.പി. രാമസ്വാമി അയ്യരുടെ പോലീസിനെതിരെ പുന്നപ്രയിൽ സംഘടിപ്പിച്ച തൊഴിലാളി ക്യാമ്പിന്റെ മുഖ്യ ചുമതലക്കാരനായിരുന്നു വി.എസ്. അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചതോടെ ഒളിവിൽ പോയി. പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത അദ്ദേഹത്തിന് ക്രൂരമർദ്ദനത്തിനിരയാകേണ്ടി വന്നു. 4 വർഷക്കാലം പൂജപ്പുര സെൻട്രൽ ജയിലിൽ. 1959-ൽ ദേശീയ കൌൺസിൽ അംഗമായി. 1964-ൽ CPI ദേശീയ കൌൺസിലിൽ നിന്നിറങ്ങി CPIM രൂപീകരിച്ച നേതാക്കളിൽ ഒരാളായിരുന്നു വി.എസ്. അമ്പലപ്പുഴ, മാരാരിക്കുളം, മലമ്പുഴ മണ്ഡലങ്ങളിൽ നിന്നായി 7 തവണ നിയമസഭയിലെത്തി. 1992-ലും 2001-ലും 2011-ലും പ്രതിപക്ഷ നേതാവായി. ഇക്കാലത്ത് ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്ത് നടത്തിയ സമരങ്ങളിലൂടെ കേരളത്തിലെ ഏറ്റവും ജനകീയനായ നേതാവായി വി.എസ്. മാറി. കുടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുരിക്കാത്തതാണെന്റെ യൗവനം. മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റത്തിനെതിരെയും പ്ലാച്ചിമടയിലെ കുടിവെള്ള ചൂഷണം അവസാനിപ്പിക്കാനും മറയൂരിലെ ചന്ദനക്കൊള്ള തടുക്കാനും വി.എസ്. മുന്നിട്ടിറങ്ങിയപ്പോൾ ജനമൊന്നാകെ ഒപ്പം നിന്നു. 2006 മുതൽ 2011 വരെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന അദ്ദേഹം നിരവധി ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ തുടങ്ങിയവർ അനുശോചിച്ചു. ജീവിതത്തിൽ ഏറിയ പങ്കും പൊതുസേവനത്തിനും കേരളത്തിന്റെ പുരോഗതിക്കും സമർപ്പിച്ച നേതാവായിരുന്നു അദ്ദേഹമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സമൂഹത്തിനും സംസ്ഥാന രാഷ്ട്രീയത്തിനും വി.എസ്. അച്യുതാനന്ദൻ നൽകിയ സംഭാവനകൾ എന്നും ഓർമ്മിക്കപ്പെടുമെന്ന് ഗവർണർ വ്യക്തമാക്കി. ഉജ്ജ്വല സമര പാരമ്പര്യത്തിന്റെയും വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെയും പ്രതീകമായിരുന്നു വി.എസ്. എന്ന് മുഖ്യമന്ത്രി അനുസ്മരിച്ചു. മന്ത്രിമാർ, ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ, കെ.പി.സി.സി. അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങിയവരും അനുശോചിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. ലോക്സഭയിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സഭയുടെ നടപടിക്രമങ്ങൾ പ്രതിപക്ഷം പാലിക്കണമെന്നും സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. തുടർന്ന് 12 മണിക്കും 2 മണിക്കും സഭാ നടപടികൾ പുനരാരംഭിച്ചപ്പോഴും പ്രതിപക്ഷം വീണ്ടും പ്രതിഷേധിച്ചു. വൈകുന്നേരം 4 മണിക്ക് സഭ സമ്മേളിച്ചപ്പോൾ പ്രതിഷേധം തുടർന്നതോടെ സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു.
പഹൽഗാം ഭീകരാക്രമണത്തിലും അഹമ്മദാബാദ് വിമാന അപകടത്തിലും കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് പാർലമെന്റിൽ ഇന്ന് നടപടികൾ ആരംഭിച്ചത്. സി സദാനന്ദൻ ഉൾപ്പെടെ 5 പേർ ഇന്ന് രാജ്യസഭാ എംപിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഫലപ്രദമായ ചർച്ചകൾ കൊണ്ട് സമ്പന്നമാക്കണമെന്നും അത് രാജ്യത്തിന്റെ ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമ്മേളനത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ സൈനിക ശക്തി ലോകത്തിന് വ്യക്തമായതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യ ആഗോളതലത്തിൽ തരംഗമാകുകയാണെന്നും പല രാജ്യങ്ങളിലും UPI വലിയ പ്രചാരം നേടിയതായും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷാംഗങ്ങളെ സഭയിൽ സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നും കേന്ദ്രമന്ത്രിമാർക്ക് മാത്രമാണ് സംസാരിക്കാൻ അനുമതിയെന്നും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ചരക്ക് കൈമാറ്റവുമായി ബന്ധപ്പെട്ട 2025 ലേഡിംഗ് ബിൽ പാർലമെന്റ് പാസാക്കി. 1856 ഇന്ത്യൻ ബിൽസ് ഓഫ് ലേഡിംഗ് ആക്ടിന് പകരമായിരിക്കും പുതിയ ബിൽ. 2047 വികസിത രാജ്യമാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ പറഞ്ഞു. വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് പാർലമെന്റ് അംഗങ്ങൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് നിവേദനം നൽകി. ജസ്റ്റിസ് വർമ്മയ്ക്കെതിരായ ഇംപീച്ച്മെന്റ് പ്രമേയത്തിൽ 145 ലോക്സഭാംഗങ്ങൾ ഒപ്പിട്ടു. അതേസമയം ബന്ധപ്പെട്ട വിഷയം പാർലമെന്റ് അന്വേഷിക്കും. അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം സുതാര്യമാണെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾക്കനുസൃതമായി വിദഗ്ധരുടെ പങ്കാളിത്തത്തോടെയാണ് അന്വേഷണം നടക്കുന്നതെന്നും അദ്ദേഹം രാജ്യസഭയിൽ പറഞ്ഞു. രാജ്യത്തിനകത്തും പുറത്തുമുള്ള ചില മാധ്യമങ്ങൾ സ്വന്തം കാഴ്ചപ്പാടുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നതായും അന്വേഷണം പൂർത്തിയാകുമ്പോൾ സത്യം പുറത്തുവരുമെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. We have to look at the final report, and I can say this to the House and to the people of this country also, that the AIB has a very definitive, thorough, rule-based process. They are very transparently looking into the process right now, and they are totally unbiased and looking into the facts. I have to tell you that the way we are seeing the investigation is through the facts. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UK മാൽദീവ്സ് സന്ദർശനം നാളെ ആരംഭിക്കും. UK പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്ത്യ UK ഉഭയകക്ഷി ബന്ധം സംബന്ധിച്ച നിർണായക ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടക്കും. തുടർന്ന് ഈ മാസം 25-ന് മാൽദീവ്സിലെത്തുന്ന പ്രധാനമന്ത്രി മാൽദീവ്സ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസുവുമായി കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഒഴികെ മറ്റെല്ലായിടത്തും നാളെ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് എല്ലാ ജില്ലകളിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 25 വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴ തുടരുന്നു. സംസ്ഥാനത്തുടനീളമുള്ള നദികൾ കരകവിഞ്ഞ് ഒഴുകുകയാണ്. മണ്ണിടിച്ചിലിനെ തുടർന്ന് 468 റോഡുകളും 3 ദേശീയപാതകളും അടച്ചിട്ടു. വൈദ്യുതി, ജലവിതരണ മേഖലയിലും പ്രതിസന്ധി നേരിടുന്നുണ്ട്. നദികളിൽ ഇറങ്ങരുതെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും അധികൃതർ ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കനത്ത മഴയെ തുടർന്ന് കൊച്ചി മുംബൈ എയർ ഇന്ത്യ വിമാനം ലാൻഡിംഗിനിടെ മുംബൈ വിമാനത്താവളത്തിലെ റൺവേയിൽ നിന്ന് തെന്നിമാറി. മോശം കാലാവസ്ഥയെ തുടർന്ന് അടിയന്തരമായി ഇറക്കിയ വിമാനം തെന്നിമാറുകയായിരുന്നുവെന്നാണ് പ്രാഥമിക റിപ്പോർട്ട്. എല്ലാ യാത്രക്കാരും സുരക്ഷിതരാണെന്ന് എയർ ഇന്ത്യ അറിയിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 442 പോയിന്റ് ഉയർന്ന് 82,200-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 122 പോയിന്റ് നേട്ടത്തിൽ 25,090-ലും വ്യാപാരം അവസാനിപ്പിച്ചു. ധാക്കയിൽ ബംഗ്ലാദേശ് വ്യോമസേനയുടെ പരിശീലന വിമാനം തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ 19 പേർ മരിച്ചു. ഉത്തര മൈൽസ്റ്റോൺ കോളേജ് ഗ്രൌണ്ടിലാണ് വിമാനം തകർന്നു വീണത്. സംഭവത്തെ തുടർന്ന് ബംഗ്ലാദേശിൽ ഒരു ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ മൂന്നാമത്തെയും അവസാനത്തെയും മത്സരം നാളെ നടക്കും. രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ട് 8 വിക്കറ്റിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദൻ അന്തരിച്ചു. കേരളത്തിൽ 3 ദിവസത്തെ ഔദ്യോഗിക ദുഃഖാചരണം, നാളെ പൊതു അവധി. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ പ്രധാനമന്ത്രി, ഗവർണർ, മുഖ്യമന്ത്രി തുടങ്ങിയവർ അനുശോചിച്ചു. പൊതുസേവനത്തിനായി ജീവിതം സമർപ്പിച്ച നേതാവെന്ന് പ്രധാനമന്ത്രി, വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ട നിലപാടുകളുടെ പ്രതീകമെന്ന് മുഖ്യമന്ത്രി. വർഷകാല സമ്മേളനത്തിന്റെ ആദ്യ ദിനം പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.
അഹമ്മദാബാദ് വിമാന അപകടത്തെക്കുറിച്ചുള്ള എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ അന്വേഷണം സുതാര്യമെന്ന് കേന്ദ്ര വ്യോമയാന മന്ത്രി പാർലമെന്റിൽ. കേരളത്തിൽ മഴ ശക്തമായി തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.